പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും നല്ല പാനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു വീട്ടിലെങ്ങനെ ചുർക്ക അല്ലെങ്കിൽ വിനീഗർ ഉണ്ടാക്കാമെന്ന് എങ്ങനെ പഠിച്ചു. ആദ്യമായിട്ടൊരു കാര്യം പറയാം. നമ്മൾ വിശ്വാസത്തിലായിരിക്കുന്നവർ, ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നവർക്ക് ഒരുപാട് പ്രതികൂലങ്ങൾ വന്നുകൂടും. ആ പ്രതികൂലങ്ങളിലൂടെ എല്ലാം അതിജീവിച്ച് വേണം നമ്മൾ മുമ്പോട്ട് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അബ്രഹാമിന് ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. എന്തിലും സാറയ്ക്കതൊരു തമാശയായിരുന്നു. സാറ വിചാരിച്ചു 90 വയസ്സ് കഴിഞ്ഞ് ഇനി ഒരു സന്തതി. അപ്പോൾ സാറ അങ്ങനെ ചിരിച്ചു. ആ ചിരിച്ചതും ദൈവത്തിൻ്റെ ആളുകൾക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, അതാണ്ടോ സാറ ചിരിച്ചല്ലോ, എന്താ വിശ്വാസം ഇല്ലേ എന്ന്. സാറയുടെ ആ അവിശ്വാസം മൂലമാണ് ഹാഗാറിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കേണ്ടി വന്നത്. അപ്പം നമ്മൾ വിശ്വാസികളായിരിക്കണം. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം ഒന്നുകൂടെ പരീക്ഷിക്കുകയല്ല, ഒന്നുകൂടെ ഒന്ന് മൂർച്ച കൂട്ടി നമ്മളെ കാണിച്ചു. അതെങ്ങനെയാണ്? ആ വയസ്സുകാലത്തുണ്ടായ ഈ കുഞ്ഞിനെ ബലി കഴിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ എപ്പോഴും ആ ബലിയെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സങ്കടം തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരേ ഒരു കുഞ്ഞിനെ ബലി കഴിക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ കുഞ്ഞ് ചോദിക്കുക, ബലിമൃഗം എവിടെ അപ്പൻ എന്ന്. അപ്പോൾ അതിനോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കും? നമ്മുടെ ഒരു കുഞ്ഞാണ് ഇങ്ങനെ ചോദിക്കുന്നെങ്കിൽ നമുക്ക് 90-100 വയസ്സായപ്പോണ്ടായ ഒരു കൊച്ചിനെ ബലി കഴിക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ ആ കൊച്ച് ബലി കഴിക്കപ്പെടാനാണെന്ന് കൊച്ചിനറിയില്ല. അപ്പോൾ കൊച്ചിനോടും കൊച്ചിൻ്റെ അമ്മയോടും ഒന്നും പറയാതെയാണ് ഈ എബ്രഹാം പിതാവ് കൊണ്ടുപോകുന്നത്. മലയിൽ ചെന്നു വിറകിടക്കുകയും ബലിപീഠത്തിന്മേൽ കുഞ്ഞിനെ കരിഞ്ഞ് കെട്ടി വെച്ചു. അപ്പോഴാ അപ്പൻ്റെ ഹൃദയ വികാരം നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നാലും ഉണ്ടല്ലോ, എൻ്റെ ദൈവം വലിയവൻ, ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവനെ കൊല്ലാനായിട്ട്, സ്വന്തം മകനെ കൊല്ലാനായിട്ട് വാള് ഓങ്ങിയപ്പോഴാണ് ദൈവം അരുത് എന്ന് പറയുന്നത്. ആ ഒരു നിമിഷം, ഒരു അര സെക്കൻഡ് ദൈവം താമസിക്കരുതെങ്കിൽ കുഞ്ഞിൻ്റെ ഗതി എന്തായിരുന്നു അല്ലേ? ജനിച്ച കുഞ്ഞിനെ മരിച്ച കുഞ്ഞിനെ ജീവിപ്പിക്കാൻ യേശുവിനും ദൈവത്തിനും പറ്റും, നമുക്കറിയാം. എങ്കിലും സ്വന്തം മകനെ വെട്ടാൻ ഓങ്ങിയ വാളയിൽ കർത്താവ് അരുത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതികൂലങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ ഈ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിൽ ദൈവം ഇടപെടും. അത് തീർച്ചയാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകാതെ നാം ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നോ ആ വിശ്വാസം മുറുകെ പിടിക്കണം. വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാമിൻ്റെ ഈ വലിയ പരീക്ഷണം ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം ഈ ഇസഹാക്കിൻ്റെ ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങൾ. ഇസഹാക്ക് ഏക മകനായിട്ട് സ്വീകരിക്കാനായിട്ട് ദൈവം പറഞ്ഞു. മറ്റേ ദാസിയിൽ നിന്നുണ്ടായ പുത്രനെയും മകനെയും ദാസിയെയും തള്ളിക്കളയാൻ പറഞ്ഞു. ഈ ദൈവത്തിൻ്റെ പുത്രനെ ദാസിയിൽ നിന്നുണ്ടായ പുത്രൻ്റെ നിന്നും ഏറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. ഇന്ന് ലോകത്തും അത് തന്നെയാണ്. ലൗകിക ജീവിതക്കാർക്ക് ആത്മീയ ജീവിതക്കാരോട് എപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളാണ്, പോരാണ്, വഴക്കാണ്. പക്ഷെ അത് പിടിച്ചു നിൽക്കാൻ ആത്മീയർക്ക് ശക്തി ഉണ്ടാകണം. ഓക്കെ, അത്രയും നിങ്ങൾക്ക് ഒരു ആത്മീയ ബലം തരുമെന്ന് വിശ്വസിക്കും. ഇന്നൊരു 1.5 മധുര പരിപാടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടോ, കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിരന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇതിനകത്ത് ഒരു 2.5 കപ്പ് പാല്, 1 കപ്പ് വെള്ളം ചേർത്ത് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഈ സ്റ്റൗവിൽ. ഇനി ഇതിലോട്ട് ഇടാനുള്ളതാണ് ഇത്രയും പഞ്ചസാര. കാണാമല്ലോ, ഈ പഞ്ചസാര എന്തിനാണ് പാലിലിടുന്നത്? ഇതൊരു സേമിയ പായസമാണ്. പക്ഷേ ഇതുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ പായസം. ഇത് നിങ്ങൾ ഒരു പ്രത്യേക പായസമാണ്, ഇത് കണ്ടിരിക്കണം. ഈ സേമിയ എല്ലാവരും സേമിയ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ പ്രത്യേകം നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വറുത്ത സേമിയ ആണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ കൂടെ ആരും ചേർക്കാത്ത ഒരു സ്പെഷ്യൽ ആളുണ്ട്. ഇതാണ് പ്രത്യേകം. കണ്ടോ, നല്ല വെളുത്ത് സുന്ദരനാണ്. ഇത് ഒരു 3 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിടണം. ഇതിന് സാഗോ എന്ന് പറയും. നിങ്ങളെങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല. ഈ സാഗോ ഇത് കുതിർത്താൽ മാത്രമേ വേഗമുള്ളൂ, അല്ലെങ്കിൽ അത് വേഗം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാല് അടുപ്പിൽ വെച്ചു. ഈ പാല് പഞ്ചസാര ഈ അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ ഇതെടുക്കുന്നതിൻ്റെ ഏകദേശം ആ അളവിൽ അങ്ങ് എടുക്കും. അതായിരിക്കും അതിൻ്റെ കറക്റ്റ്. അതല്ല, ചിലർക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതാ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് പുള്ളി, ചേർക്കാലോ. ഷുഗർ ഇടട്ടെ, പഞ്ചസാര നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇതിലേക്ക് ഇടുന്നു. ഈ പഞ്ചസാരയും പാലും കൂടെ തിളച്ചിട്ട് മാത്രമേ
നമ്മുടെ വില്ലനെ ഇടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറയും, ഇത് വെന്തങ്ങ് വീർത്ത് വല്ലാതെ ആയിപ്പോവും. അതായത് ഒരു ഡെഡ് ബോഡി വെള്ളത്തിൽ കിടന്ന പോലെ ആവും. അതിന് പകരം ഈ പാലും പഞ്ചസാരയും കൂടെ നമുക്ക് എളുപ്പം തിളപ്പിക്കാം. ഈ പാലും പഞ്ചസാരയും തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് ഞാൻ കുറേ സീക്രട്ട് പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ചേർത്താൽ ഇതിപ്പോൾ ചൂടുള്ള പായസമായിരുന്നു, ഞാൻ അടുത്ത ദിവസം ഇതിൻ്റെ തണുത്ത ഒരു വേഷം തരും. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ, കാരണം ഇതിനേക്കാൾ മാധുര്യമേറിയതാണ് ആ കഥ, വരാനിരിക്കുന്നതാണ് വലുത്. ഇതൊരു ചെറിയ കാര്യം. ഈ സേമിയ പായസം ഉണ്ടാക്കാത്തവരാരും കാണത്തില്ല. അപ്പോൾ ആ സേമിയ പായസത്തിൻ്റെ ഒരു വില്ലനെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയ ആ വിനീഗർ ചൊറുക്ക, നിങ്ങൾ വിചാരിച്ചാണ് ഈ ടീച്ചർ എന്തിനാ ഈ ചൊറുക്കയൊക്കെ ഉണ്ടാകുന്നത്. പാനിയാണെങ്കിൽ എല്ലാവർക്കും നല്ല മധുരമല്ലേ, പക്ഷേ ചൊറുക്കയുടെ ആവശ്യം വേറെയാണ്. അത് ആരും പേടിക്കരുത് അത് പറയുമ്പോൾ. കാരണം പാമ്പ് ഇല്ലേ, പാമ്പ് എല്ലാവർക്കും ഇഷ്ടമാണ് പാമ്പിന്, എല്ലാവർക്കും ഭയങ്കര പേടിയാണ് പാമ്പിന്. ഈ പാമ്പ് വരാതിരിക്കാനുള്ള ഒരു പ്രത്യേക ടിപ്പാണിത്. ഈ ചൊറുക്ക അല്ലെങ്കിൽ ഈ വിനീഗറിനകത്ത് ഇതിൽ ഭയങ്കര ഒരു കുത്തൽ മണമാണ്. അത് ഊറ്റിയെടുത്തന്ന് വീഡിയോ എടുത്തന്ന് എന്തൊരു നാറ്റമായിരുന്നു ഈ വീട് മുഴുവനും. ആ മണം പാമ്പിനൊട്ടും സഹിക്കാവുന്നതല്ല, അത് സ്ഥലം വിട്ടുപോകും. ഈ വിനാഗിരിക്കകത്തോട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയും, വെളുത്തുള്ളി തൊലി ആയാലും മതി, ചതച്ചിട്ടിട്ട് എവിടെയാണോ ഈ പാമ്പിനെ കുറിച്ച് നമുക്ക് പ്രയാസമുള്ളത് ആ സ്ഥലത്ത് ഇത് കൊണ്ടുവന്ന് ഇട്ടാൽ മതി. ഞാൻ അതിനത് ഉണ്ടാക്കിയത്. എനിക്ക് അങ്ങനത്തെ ഇച്ചിരി പേടിയുണ്ട്, ഈ പാമ്പിനെ ഭയങ്കര പേടിയാണ്. ഞാൻ പോകുന്നിടത്തോടെ എല്ലാം പാമ്പ് കാണുകയും ചെയ്യും. ചിലർ പറയും നാൾ വെച്ചാണ് പാമ്പ് പുറകെ വരുന്നത്. ഞാനതിൽ വിശ്വസിക്കുന്നൊന്നുമില്ല. ഓരോ നാളുകൾക്ക് ഓരോ മൃഗമുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് പാല് തിളച്ചു, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിനകത്തേക്ക് ഇട്ടു. മുഴുവൻ സേമിയയും ഈ ഒരു കപ്പിന് ഇട്ടു. അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സേമിയ ഒത്തിരി കുഴഞ്ഞു പോകാതിരിക്കണം. സേമിയ ഒരുമാതിരി വെന്ത് കഴിയുമ്പോഴാണ് ഈ സാഗോ അത് പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഭയങ്കര സുന്ദരമല്ലേ ഇതിനെ കണ്ടാലേ. ഇതിനകത്ത് വെന്ത് കഴിയുമ്പോൾ കാണാൻ ഭയങ്കര പളുങ്ക് പോലെ ഇരിക്കുക, ഭയങ്കര രുചിയാണ്. വേണ്ടോ സാഗോ? ഇതന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് വേകും, കാരണം ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നതല്ലേ. പാല് തിളച്ചുകൊണ്ടിരിക്കുന്ന കാണാലോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിനധികം വേഗില്ല, കാരണം ഇത് കുതിർന്ന് റെഡി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇതും പെട്ടെന്ന് വേകും. ഇനി ഈ പഞ്ചസാര ചേർന്ന ലായനിയിലേക്ക് ആയതുകൊണ്ട് അത് അങ്ങനെ അലുത്ത് പോകത്തില്ല. എന്തുകൊണ്ടിരിക്കുകയാണ് ഇത് പെട്ടെന്ന് റെഡിയാവും. ഈ സാഗോ ചേർത്ത് കഴിയുമ്പം മൊത്തത്തിലൊരു പളുങ്ക് പോലെ ഇരിക്കും. കണ്ടോ, പൊങ്ങിയിരിക്കുന്നത്. സാഗോയ്ക്ക് നിങ്ങൾ വേറെ വല്ല പേരും പറയുമോ? എനിക്കൊരു പേരറിയാം, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ തരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഏത് സംശയത്തിനും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. സാഗോ ഒഴിച്ചപ്പോൾ തന്നെ ഇത് കുറുകി വന്നു തുടങ്ങി. സേമിയ പായസം അധികം കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു രുചിയില്ല. കാരണം സേമിയ വെന്ത് കുഴഞ്ഞു കഴിയുമ്പോൾ ഒരുമാതിരി പായസം പോലെയല്ല, പ്രഥമൻ പോലെയൊക്കെ അങ്ങ് ആയിപ്പോയി. അതിലും നല്ലത് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നത്. കാണാലോ, നന്നായിട്ട് കാണാലോ, തിളച്ചുകൊണ്ടിരിക്കുന്നു. തിളച്ച് തൂക്കി പോകാതിരിക്കാനായിട്ട് കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് വെച്ചു. ഇനി ഇത് ഏതാണ്ട് പാകമായി കഴിഞ്ഞു കേട്ടോ. കാരണം ഈ സാഗോ വേകുക എന്നുള്ള ഒരൊറ്റ താമസം ഇതിനകത്തുള്ളൂ. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ചില സ്പൈസസ് ആഡ് ചെയ്യണമല്ലോ.
എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഇടാറുള്ളത്? നട്ട്സ് ആൻഡ് കിസ്മിസ് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സും കിസ്മിസും നെയ്യിൽ നല്ലപോലെ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. കൂടാതെ ഇതിനകത്ത് ഇടേണ്ട വേറെ ഒരെണ്ണമാണ് ജീരകം പൊടിച്ചത്, ഇത് ഏലക്ക പൊടിച്ചത്, ഇത് ചുക്ക് പൊടി. അപ്പോൾ 3 പൊടികളാണ് നമ്മൾ ഇടുന്നത്: ഏലക്ക, ചുക്ക്, ജീരകം. ഏതാണ്ട് വേവ് കറക്റ്റായി. നമ്മളിട്ട പൊടികളെല്ലാം ഇതിനോട് ചേർന്നു നല്ല സുഗന്ധം വരുന്നുണ്ട്. സേമിയ പായസത്തിൻ്റെ സുഗന്ധം അടിച്ചു തുടങ്ങി. ആ ചുക്കിൻ്റെയും ഏലക്കായുടെയും ഒക്കെ മണമാണ് വരുന്നത്. ജീരകപ്പൊടി ഒത്തിരി നല്ലതാണ്. അത് ചിലരൊന്നും ചേർക്കാറില്ല, പക്ഷെ ഞാനത് സ്ഥിരമായിട്ട് ജീരകം പൊടിച്ച് വെച്ചിരിക്കും. ചെറിയ ജീരകം, വലിയ ജീരകമല്ല, ചെറിയ ജീരകം. ഇനി ഈ സേമിയ പായസം ഒത്തിരി കുറുകി പോകുന്നതിന് മുമ്പേ ഇറക്കണം. ഇതിപ്പോൾ ഏതാണ്ട് പാകമായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, കണ്ടോ? കാണാലോ? വേവ് ഏതാണ്ട് പാകമായി കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഇടേണ്ടത് നട്ട്സും കിസ്മിസും നെയ്യിൽ വറുത്ത് വെച്ചത് ഇട്ടു. ഇനി ആരും ചേർക്കാത്ത ഒരു പ്രത്യേക വില്ലനെ ചേർക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, അതാണ് ഇത്. ഇത് ഹോം മെയ്ഡാണ്. ഹോം മെയ്ഡ് ഒരു സ്പെഷ്യൽ സിറപ്പാണ്. കാണാലോ? ഇത് പൈനാപ്പിൾ സിറപ്പ്. അതുപോലെ തന്നെ അടുത്തത് ഇത് ഈ ട്രേഡ് നിങ്ങൾക്ക് കാണാം, നെസ്ക്വിക്കിൻ്റെ സ്ട്രോബെറി സിറപ്പ്. ഈ 2 എണ്ണമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഇത് 2ആയിട്ട് തിരിച്ച് ചേർക്കാം, അതല്ലെങ്കിൽ ഒന്നിച്ച് ചേർക്കാം. ആദ്യം തന്നെ ഈ ഒരു 3 സ്പൂൺ എന്താ ചേർത്തത്? പൈനാപ്പിൾ സിറപ്പ്. ഈ പൈനാപ്പിൾ സിറപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ തീർന്നു. ഇനി ഇതൊരു ഇച്ചിരി കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെസ്ക്വിക്കിൻ്റെ സ്വല്പം ചേർക്കാം. ഈ സ്പൂണ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ലെഫ്റ്റ് ഹാൻഡഡുകാർക്കുള്ള ഒരു സ്പെഷ്യൽ സ്പൂണാണ്. ഞാൻ അല്പം ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്ന് പറഞ്ഞല്ലോ, എൻ്റെ റൈറ്റ് ഹാൻഡും ഒരുപോലെ വർക്ക് ചെയ്യും. കാണാലോ? ലൈറ്റ് പിങ്ക് കളറിൽ സ്ട്രോബെറി ചേർത്ത പായസം. ഇതിന് നല്ല ടേസ്റ്റാണ്. കാരണം ഇതിന് സ്ട്രോബെറിയുടെ ടേസ്റ്റും ഉണ്ട്, പിന്നെ പൈനാപ്പിൾ സിറപ്പിൻ്റെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സീക്രട്ട് ഏജൻറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ, പൈനാപ്പിൾ സിറപ്പ്. അത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം, വാങ്ങിക്കുന്നതിലേക്ക് പോകാതിരിക്കുക നല്ലത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്കൊരു ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. ഓക്കെ.